ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹായ്, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് വിളിച്ചാൽ സന്തോഷം കിട്ടിയാല. സ്നേഹമുള്ള വൈദികർ, സിസ്റ്റർമാർ, വൈദിക സമർപ്പിത ഫോർമേഷനിലുള്ളവർ, പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രായമുള്ള അപ്പച്ചമാർക്ക് അമ്മമാർക്ക് പ്രത്യേക അഭിവാദ്യം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഡാളസിലെ ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ധ്യാനം ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വരാം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു നന്മറിഞ്ഞു പറയും. ഇന്ന് ഡാളസിൻ്റെ ധ്യാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാലോ. കേരളത്തിലുള്ളവർ കൂടുതൽ പ്രാർത്ഥിക്കണം കേട്ടോ. നന്മറിഞ്ഞതിനെ ചൊല്ലി ധ്യാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം. അത് ഒരേ സമയം 3 ധ്യാനമാണ്. അതായത് മുതിർന്നവരുടെ ധ്യാനം, അതേപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഒരേ കോമ്പൗണ്ടിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ധ്യാനത്തിന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, സ്കൂള് തുറക്കാറായല്ലോ അല്ലേ കേരളം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സ്പെഷ്യൽ ബ്ലെസ്സിങ് തന്നേക്കാം കേട്ടോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കുറവിലങ്ങാട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് വന്നാലും എൻ്റെ ബ്ലെസ്സിങ് തരാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നല്ലൊരു തലക്കെട്ടാണ്. നെഹമിയ 9:35 ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 9 വേഴ്സ് 35 ബേസ് ചെയ്തിട്ടാണ്. ദൈവം എത്രയൊക്കെ തന്നിട്ടും ഇങ്ങനെയാണോ പെരുമാറുന്നത്? ചിലപ്പോൾ നമ്മുടെ വീട്ടിലെങ്ങനെയാണെങ്കിൽ അല്ല അപ്പനോ അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഇത്രയും കൊച്ചൻ നിന്നോട് ഇങ്ങനെ നീ പിന്നെ എന്നിട്ട് നീ ഇങ്ങനെയാണല്ലോ. ചിലപ്പോൾ ആൾക്കാർ പറയും, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയൊരു സങ്കടം ദൈവവചനത്തിൽ വെളിപ്പെടുത്തുക. കർത്താവ് പറയാണ്, സ്വന്തം രാജ്യം നമ്മുടെ സ്ഥലത്ത് വിശാലവും സമ്പന്നവും സമൃദ്ധവുമായ ആ സ്ഥലത്ത്, അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഓരോ സ്ഥലങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കണം. നമ്മൾ പല രാജ്യങ്ങളിൽ പല സ്ഥലത്ത് താമസിക്കുന്നവരാണ്. ആ സ്ഥലത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ച് കഴിയുമ്പോഴും പറയാണ്, അവർ അവിടുത്തെ സേവിക്കുകയോ അവരുടെ ദുഷ്കൃത്യങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവം നമുക്ക് സമൃദ്ധി നൽകുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് സാമ്പത്തിക സമൃദ്ധി നൽകുന്നു, ജോലിയിൽ സമൃദ്ധി നൽകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യത്തിൽ സമൃദ്ധി നൽകുന്നു, അങ്ങനെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ എന്തിലൊക്കെ നമുക്ക് സമൃദ്ധി ഉള്ളത്. ആ സമൃദ്ധി കർത്താവ് നൽകുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കർത്താവിനെ ശുശ്രൂഷിക്കണം. നിയമാവർത്തനം 28:47 എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം നമുക്കെല്ലാം ഓക്കെ ആക്കി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരണമെന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, സമൃദ്ധി ദൈവം തരുമ്പോൾ നമ്മുടെ കുറേ പാപങ്ങൾ ഉപേക്ഷിക്കണം. അതാണ്. ഇത്രയും സമൃദ്ധി തന്നിട്ട് അവരുടെ ആ ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമുക്ക് ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണെങ്കിൽ നമുക്ക് കുറച്ച് സമൃദ്ധിയും കാര്യങ്ങൾ, അപ്പം അതിൻ്റെ പറ്റിയ ഫ്രണ്ട്സ് വന്നു, ഉടനെ അതിന് പറ്റിയ മദ്യപാനം വന്നു, അതിന് പറ്റിയ ലെവലിലുള്ള കാര്യങ്ങൾ വന്നു. ചിന്തിച്ച് നോക്കിയേ, പാപം കൂടുകയാണോ കുറയുകയാണോ ചെയ്ത്? അപ്പോൾ ദൈവം സമൃദ്ധി തരുമ്പോൾ ദൈവം വിചാരിക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരണം. അതേപോലെ പാപം കുറച്ച് കൊണ്ടുവരണം. ഇങ്ങനെ നന്നായില്ലെങ്കിൽ ദൈവം ഞെരുക്കം തരും. അപ്പം തന്നെ ശരിയാവും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അപ്പം നോക്കിയാൽ ഞെരുക്കം തരുമ്പോൾ സമൃദ്ധി വരുമ്പോൾ ഒന്നുപോലെയാണ് ദൈവം വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇതെല്ലാം ഒരു അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. വൃത്തി അനുഗ്രഹിക്കാം കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്തുതിക്കും, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിൻ്റെ ആത്മാവെ, പരിശുദ്ധാത്മാവ് വലിയ കൂട്ടായ്മയെപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഓ ദൈവമേ, കർത്താവേ, ഡാളസിലെ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും ആ ഡാളസ് ധ്യാനത്തിൽ നൽകുന്ന കൃപയുടെ ഒരു ഓഹരി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവത്തെ മറന്ന് ഓരോരുത്തർക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഓരോ അനുഗ്രഹം തരുമ്പോഴും ദൈവമേ, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനുള്ള ഉത്സാഹം തരണമേ, പാപം ഉപേക്ഷിക്കാനുള്ള ഉത്സാഹം തരണമേ. ഈ ഒരു വചനം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.